ഞാനിന്ന് രാവിലെ വെളുപ്പിന് 5:30 തന്നെ ഉറക്കം എഴുന്നേറ്റു. കഴിഞ്ഞ 2.5 മാസങ്ങളായിട്ട് ഞാനുള്ളത് ട്രിവാൻഡ്രത്തെ വീട്ടിലാണേ. വീട്ടിലുള്ള രാവിലെകൾ എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെയുള്ള അന്തരീക്ഷം. സമാധാനം കൂടി പോയതുകൊണ്ടാണോ എന്നറിയില്ല, നന്നായി ഭക്ഷണം കഴിച്ച് എൻ്റെ ബോഡി വെയിറ്റ് ഞാൻ നല്ല അന്തസ്സായിട്ട് കൂട്ടിയിട്ടുണ്ട്. പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ കണ്ടിട്ട് കുറച്ച് അധികമായി അല്ലേ. വെളുപ്പിനെ തന്നെ എഴുന്നേറ്റത് അമ്പല ദർശനം ഉള്ളതുകൊണ്ടാണ്. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്കുള്ള ഏറ്റവും മോശം ചെരുപ്പാണ് ഇടുന്നത്. നിങ്ങളും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അമ്മയുടെ കൂടെ ഞാൻ ഇന്ന് പോയത് വർക്കലയുള്ള ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു ക്ഷേത്രം. ഉള്ളിലെ കാഴ്ചകളൊന്നും ഞാൻ പകർത്തിയില്ല, പകരം നന്നായി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതൊക്കെ വഴിയെ പറയാം. അതിനു മുന്നേ ഞാൻ ഈ ഭംഗിയുള്ള അമ്പലക്കുളം നിങ്ങളെ ഒന്ന് കാണിക്കട്ടെ കേട്ടോ. എന്ത് തണുപ്പാണെന്നോ അവിടുത്തെ വെള്ളത്തിന്. കുറച്ചു നേരം കൂടി വെള്ളത്തിലെ തണുപ്പൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ബീച്ച് ലക്ഷ്യമാക്കി നടന്നു കേട്ടോ. ക്ഷേത്രത്തിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ ദൂരം മാത്രമേ ബീച്ചിലേക്കുള്ളേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വർക്കല ക്ഷേത്രത്തിലേക്ക് വന്നതിനൊരു പ്രത്യേക റീസൺ ഉണ്ടെന്ന്. വീട്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പൂജിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ദൈവങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അത് വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല, പകരം കടലിൽ ഒഴുക്കി കളയണമെന്ന് ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞതനുസരിച്ച് അത് ഒഴുക്കി കളയാനാട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടുള്ള മാൻഡേറ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് ചാലയിലേക്കാണ്. ട്രിവാൻഡ്രത്തെ ചാല അറിയാത്ത ട്രിവാൻഡ്രംകാരൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. ഞാനിവിടെ വന്നേക്കുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് മേടിക്കാനാണ് കേട്ടോ. അവിടെ ഞാൻ ഈ ക്യൂട്ട് ആൻഡ് കുഞ്ഞ് ബാംഗിൾസ് കണ്ടേ. അതിനുശേഷം വീട്ടിൽ പോയി ഒരു ചായ കുടിച്ചപ്പോഴേക്കാണ് ക്ഷീണം മുഴുവനായിട്ട് മാറിയത്. ഇവർ ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥികളാണ്. എവിടുന്ന് വന്നൊരു പൂച്ച പ്രസവിച്ച 2 കുട്ടികളാട്ടോ. ഭയങ്കര ക്യൂട്ടാണ്. ഇവരിപ്പോൾ നമ്മുടെ വീട്ടിലാട്ടോ താമസം. അങ്ങനെ വൈകുന്നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ ആൻഡ് ടേക്ക് കെയർ.